ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് നമ്മുടെ ഹെയർ കെയർ വീഡിയോയുടെ സെക്കൻഡ് വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്യാവശ്യം കുറച്ച് ആളുകളൊക്കെ കണ്ടിട്ടുണ്ട്, എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാൻഡ്രഫ് എങ്ങനെ റിമൂവ് ചെയ്യുക എന്നുള്ളത്. അതിന് സിമ്പിളായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് പാക്കോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. ഇതൊരു മാസം അല്ലെങ്കിൽ ഒരു 3 ആഴ്ചയൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഇതിന് വ്യത്യാസം മനസ്സിലാവും. ഇത് എൻ്റെ എന്താ പറയുക ടിപ്പല്ല. ഞാൻ താരനായിട്ട് ഡോക്ടറെ അടുത്ത് പോയപ്പോൾ, ഡാൻഡ്രഫായിട്ട് ഡോക്ടറെ അടുത്ത് കാണിക്കാൻ പോയപ്പോൾ, ഡോക്ടറല്ല വൈദ്യര് കാണിക്കാൻ പോയപ്പോൾ വൈദ്യരാണ് എന്നോട് പറഞ്ഞത് പ്രത്യേകിച്ച് മരുന്നോ എണ്ണൊന്നും തേക്കേണ്ട, ഈ പറഞ്ഞ പോലെ ഒന്ന് ചെയ്യ്, അത് മാറിക്കോളും, തനിയെ മാറിക്കോളും എന്ന് പറഞ്ഞു. എന്നിട്ട് എല്ലാവർക്കും ഇത് സക്സസ് ആയിക്കോളണമെന്നില്ല. അതായത് താരം വരുന്നത് വേറെ കുറേ നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള പ്രോബ്ലത്തിന് സൈഡ് എഫക്റ്റ് ആയിട്ടും നമ്മുടെ തലയിൽ താരം വരുന്നതുണ്ട്. അങ്ങനെ താരം വരുന്നത് ഭയങ്കര സിവിയർ ആയിട്ട് താരം വരുന്നത്, അങ്ങനെ അതായത് അങ്ങനെ നമുക്കിങ്ങനെ പറഞ്ഞു പോരില്ലേ ഫ്ലേക്സ് ഒക്കെ പോലെ, അതുപോലത്തെ ആളുകളാണെങ്കിൽ എന്തായാലും ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഒരു ആയുർവേദമോ ഹോമിയോ ഏതായാലും കൺസൾട്ട് ചെയ്തിട്ട് മാത്രം ഈ സാധനം ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ ചെറിയ താരനാണ് ഒക്കെ ഉള്ളൂ, താരൻ്റെ ഒക്കെ സ്റ്റാർട്ടിങ് ഒക്കെ ആണെങ്കിൽ ഇത് ചെയ്യാം. ഞാനത് കാണിച്ചു തരാം എന്താണെന്നുള്ളത്. ഒന്നുമില്ല, നമ്മുടെ സാധാ പച്ച വെളിച്ചെണ്ണ കാണുന്നുണ്ടോ? പച്ച വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ ഇന്നലെയും ഇത് തന്നെയാണ് തേച്ചിട്ടുള്ളത്. ഇന്നലെ അപ്ലോഡ് ചെയ്തത്, പക്ഷെ മിനിഞ്ഞാന്നാണ് ഞാൻ ഓൾട്ടർനേറ്റീവായിട്ട് എണ്ണ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇന്ന് ഈ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 സാധനമാണ് മിക്സ് ചെയ്യാനുള്ളത്. ഒന്ന് ഈ ചെറുനാരങ്ങ, ഇത്ര ഞാൻ എടുക്കില്ല. ഇതൊരു വലിയ ചെറുനാരങ്ങയുടെ ഹാഫ് പോർഷനാണ്, ഇത്ര എടുക്കില്ല, കുറച്ച് ഞാൻ എടുക്കുള്ളൂ. ഇതിന് പകുതി എടുക്കുള്ളൂ. പിന്നെ ഇതിലേക്ക് വേണ്ട സാധനം നെല്ലിക്കയാണ്. ആംല ഇല്ലേ, നെല്ലിക്കയാണ് ഇതിലേക്ക് വേണ്ട സാധനം. പക്ഷെ നെല്ലിക്ക എനിക്ക് എവിടുന്നും കിട്ടിയില്ല. കടകളിലൊക്കെ ഞാൻ നല്ല അച്ഛനെ കൊണ്ട് കടയിൽ പോയപ്പോൾ ചോദിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അനിയൻ അപ്പു ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവനോട് ഞാൻ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ഇല്ല. അപ്പോൾ ഈ മഴയായ കാരണം സാധനം വരുന്നില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇതും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ഇപ്പോൾ. പക്ഷെ നിങ്ങൾ നെല്ലിക്ക കിട്ടുകയാണെങ്കിൽ മസ്റ്റായിട്ട്, അതായത് ഇത് എത്രയാണോ എടുത്തത് ഇതിൻ്റെ ഇരട്ടി എന്ത് ചെയ്യണം, അതായത് ചെറുനാരങ്ങയുടെ നീര് എത്ര എടുത്തോ അതിൻ്റെ ഇരട്ടി നെല്ലിക്കയുടെ ജ്യൂസ് ആഡ് ചെയ്യണം. നെല്ലിക്ക ജ്യൂസ് അടിച്ചെടുക്കുമ്പോൾ വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിങ്ങനെ എൻ്റെ കൈ വിറയ്ക്കുന്നു. ഇത്ര ഞാൻ എടുത്തിട്ടുള്ളൂ, ഒരുപാടൊന്നും സ്പേസ് ചെയ്തിട്ടില്ല. അതിനകത്ത് തന്നെ കുരുവൊക്കെ നടക്കുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഒരു ചിലവില്ലാത്ത പരിപാടി കേട്ടോ. വീട്ടിലുണ്ടാവുമല്ലോ ചെറുനാരങ്ങ, ഒരു ചെറിയ ചെറുനാരങ്ങ 1, 2, 3 രൂപയൊക്കെ വരുള്ളൂ. വെളിച്ചെണ്ണ എല്ലാവരും വീട്ടിലുണ്ടാവും എന്ന് വിചാരിക്കണം. ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് ശരിക്കും നമ്മൾ നെല്ലിക്കയുടെ ജ്യൂസ് ആഡ് ചെയ്യണം. അപ്പോഴേ നമുക്കൊരു ഫുൾ എഫക്റ്റ് കിട്ടും. പക്ഷേ ഇതും നല്ലതാണ്, ഇതും യൂസ് ചെയ്തിട്ട് എനിക്ക് മാറ്റമുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇതിങ്ങനെ കാണിക്കുന്നത്. പക്ഷേ നെല്ലിക്കയുടെ നീര് എന്തായാലും ആഡ് ചെയ്താൽ നല്ല എഫക്റ്റ് ആയിരിക്കും. ഞാൻ ഒരിക്കൽ കൂടി ഞാൻ ഈ വീഡിയോ ചെയ്യും. എനിക്ക് നെല്ലിക്ക കിട്ടുകയാണെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ ഈ വീഡിയോ എന്തായാലും ചെയ്തിട്ട് നെല്ലിക്കയും കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് എന്നും യൂസ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച യൂസ് ചെയ്താൽ പിന്നെ വെള്ളിയാഴ്ച, അങ്ങനെ ആഴ്ചയിൽ 2 തവണ യൂസ് ചെയ്തിട്ട് നിങ്ങളൊരു മാസം 8 തവണ ഒരു മാസത്തിലൊന്ന് ഉപയോഗിച്ച് നോക്കും. നല്ല മാറ്റം ഉണ്ടായിരിക്കും, ഞാൻ ഗ്യാരണ്ടിയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു മറ്റ് അസുഖങ്ങളുടെ ഭാഗമായിട്ടുള്ള താരം പോകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട്, നമ്മുടെ അശ്രദ്ധ കാരണം വരുന്ന ഈ ചീർപ്പ് എടുത്തിട്ട് മറ്റുള്ളവർ ചീർപ്പെടുത്ത് ചീകിയിട്ട് വരുന്ന, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമായിട്ട് സ്പ്രെഡായിട്ട് വരുന്ന താരൻ എന്തായാലും പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല, ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഞാൻ മുടി ജസ്റ്റ് ഇങ്ങനെ സ്കാൽപ്പിൽ ഇതിങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ചീർപ്പ് നിർത്തി ജസ്റ്റ് ഒന്ന് സ്കാൽപ്പ് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഞാൻ ഇന്നലെ ഇളക്കിയ കാരണമാണ് ഇന്ന് അങ്ങനെ ഇളക്കി കൊടുക്കാത്തത്. ജസ്റ്റ് ഇതൊന്ന് എടുത്തിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇത് നന്നായി ഷാമ്പു വാഷ് ചെയ്ത് കളയട്ടോ, അല്ലെങ്കിൽ ഒട്ടിപ്പോവും മുടി. നമുക്ക് തേക്കുമ്പോൾ തന്നെ ഇതിൻ്റെ എവിടെയെങ്കിലും താഴെയുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു നീറ്റെന്ന് പറയാൻ പറ്റില്ല, ഒരു തണുപ്പ് പോലെയൊക്കെ തോന്നും. നെല്ലിക്കയും കൂടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചൊറിയാനൊക്കെ തുടങ്ങും കേട്ടോ. നല്ലൊരു സാധനമാണ്. അപ്പം
ഞാൻ ഇന്ന് രാത്രി 9 മണിക്കായിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുക. നാളെ 9 മണിക്ക് ഇതുപോലൊരു ഹെയർ കെയർ ടിപ്പായിട്ട് ഞാൻ വരും. അത് ഹെയർ കെയർ എന്നുള്ളത് അവളിപ്പോൾ എൻ്റെ ഹെയർ കെയർ റുട്ടീനായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ഡെയിലി ബേസിസിൽ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. എന്തായാലും ഒരു 4 അല്ലെങ്കിൽ 5 വീഡിയോ ഞാൻ ഹെയർ കെയർ ആയിട്ട് ഇപ്പോൾ ഈ വീക്കിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ആരോ പുള്ളിക്കാരിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു. ആ മുടി വീട്ടിനടുത്തുള്ള ചേച്ചിമാർ വെട്ടിത്തരാമെന്ന് പറഞ്ഞ് അറ്റം വെട്ടിത്തരാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ട് മുടിയുടെ കഴുത്തറ്റം വെട്ടി എന്നൊക്കെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തു. ഉള്ളതാണോ ഇല്ലാത്തതാണോ എനിക്കറിയില്ല, പക്ഷെ ആരാണെങ്കിലും അങ്ങനെയൊന്നും ചെയ്യരുത്. ഒന്നാമത്തെ കാര്യം നമ്മുടെ എന്താ പറയുക, നമുക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ നമ്മുടെ മുടി അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഇതൊന്നും അങ്ങനെ നമുക്ക് വിശ്വാസമുള്ളവർക്ക് മാത്രം ഷെയർ ചെയ്യുക. അല്ലാതെ ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ കൊടുത്ത് നാശാവുന്നേക്കാൾ നല്ലത് നമ്മൾ കുറച്ച് അഹങ്കാരി എന്നുള്ള പേര് കേൾക്കുന്നതല്ലേ നല്ലത്. ചിലരൊക്കെ അങ്ങനെ വിചാരിക്കും, അവളെ മുടിയൊന്ന് വെട്ടി കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര അഹങ്കാരം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അങ്ങനത്തെ ആളുകളോട് നമ്മൾ വേണ്ടപ്പെട്ട സാധനങ്ങളൊന്നും ഷെയർ ചെയ്യാതിരിക്കുക. അപ്പം ഞാൻ തലയിലൊക്കെ തേച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിലും എപ്പോഴും പറയണ പോലെ തന്നെ ഞാൻ പൂരികത്തിൽ ജസ്റ്റ് തേച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഉണ്ടെങ്കിൽ അങ്ങ് പൊക്കോട്ടെ എന്നോർത്തിട്ടാണ്. യെസ്, ഇന്ന് ഞാൻ മുടിയുടെ അറ്റത്തേക്കൊന്നും തേക്കുന്നില്ല കേട്ടോ, കാരണം എനിക്കൊരു മൂടില്ല തേക്കാൻ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് തേച്ചിട്ടുണ്ട്. എന്നത്തെയും പോലെ ഞാൻ മസാജ് ചെയ്ത് കൊടുത്തൊന്ന് പിന്നെ ഇത് തേച്ചിട്ട് ഈ നീരിറക്കം ജലദോഷമൊക്കെ പെട്ടെന്ന് വരുന്ന ആളുകളാണെങ്കിൽ പെട്ടെന്ന് പോയി കുളിക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് തലയിൽ വെച്ചാൽ മതി. അതിൽ കൂടുതൽ സമയം തേക്കേണ്ട. നാരങ്ങയാണ് ചിലപ്പോൾ എല്ലാവർക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് ജലദോഷം വരുന്നവരാണെങ്കിൽ പെട്ടെന്ന് വാഷ് ഔട്ട് ചെയ്തോളൂ. കാരണം ചെറുനാരങ്ങ ചിലർക്ക് അലർജിയാണ്. എനിക്ക് അലർജി ഉണ്ടോയെന്ന് അറിയില്ല. ഞാൻ പെട്ടെന്ന് തന്നെ വാഷ് ചെയ്യും. 5 മിനിറ്റ് കുളിക്കുന്ന ഒരു സമയം മാത്രമേ തലയിൽ വയ്ക്കുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചെറുനാരങ്ങ അലർജി ഉള്ളവർക്ക് ഈ നെല്ലിക്കയുടെ ജ്യൂസ് യൂസ് ചെയ്ത് അതിൻ്റെ ഒരു അസിഡിറ്റി പോകാൻ വേണ്ടിയിട്ടാണ് നെല്ലിക്കയുടെ നീര് അതിൻ്റെ ഇരട്ടിയായിട്ട് യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. കുറച്ചും കൂടി പെട്ടെന്ന് എഫക്റ്റ് കിട്ടും. ഇപ്പം നമ്മൾ ഒരു മാസം 8 ദിവസം യൂസ് ചെയ്യാന്നൊക്കെ പറയാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ 8 ദിവസം കൊണ്ട് നമുക്ക് മാറ്റം മനസ്സിലാവും. ചെറുനാരങ്ങ ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് 8 ഉള്ളതിൽ 10 12 തവണ യൂസ് ചെയ്താലേ ചിലപ്പോൾ അത് നമുക്ക് ചേഞ്ച് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡാൻഡ്രഫിൻ്റെ ടിപ്പ് എന്ന് പറയുന്നത്. ആവശ്യക്കാർ, അതായത് ഡാൻഡ്രഫ് ഉള്ളവരൊന്ന് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളൊന്ന് കമൻ്റായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം ഇതേ സമയത്ത് നമ്മൾ പോലത്തെ ഒരു ഹെയർ കെയർ ടിപ്പായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ടാറ്റാ.